എല്ലാ നമസ്കാരം. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൾച്ചർ എന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കൾച്ചർ ഉണ്ടാക്കുന്ന വീഡിയോ ഇടാന്നുള്ളത്. അപ്പോൾ അങ്ങനെ കമൻറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൾച്ചർ ഉണ്ടാക്കുന്ന വീഡിയോ ഇടാൻ പോകുന്നത്. അപ്പോൾ അതിനാവശ്യമുള്ള ബ്രെഡ്, ഒരു പാത്രം, കുറച്ച് വെള്ളം. അപ്പോൾ പാത്രം എന്ന് പറയുന്നത് നമുക്ക് കൾച്ചർ സെറ്റ് ചെയ്യാനായിട്ടുള്ള പാത്രമാണ്. അപ്പോൾ അതുപോലത്തെ ഒരു പാത്രം മതി വീഡിയോയിൽ കാണുന്ന പോലെ. പിന്നെ കുറച്ച് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് വേണം. പിന്നെ നമ്മുടെ സ്റ്റാർട്ടിങ് കൾച്ചർ, അതാണ് നമ്മുടെ സ്റ്റാർട്ടിങ് കൾച്ചർ വരുന്നത്. നമ്മൾ സെയിൽ ചെയ്യുന്ന സ്റ്റാർട്ടിങ് കൾച്ചറാണ്. പിന്നെ വേണ്ടത് ഒരു പാത്രമാണ്. ഓക്കെ, ഈ പാത്രം എന്തിനാണെന്നുള്ളത് നമുക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും കേട്ടോ. ബ്രെഡ് നമ്മൾ സൈഡിലുള്ള ബ്രൗൺ കളർ കളഞ്ഞ് നമ്മൾ ബ്രെഡ് ഇതുപോലെ ആക്കും. ഇതാണ് ബ്രൗൺ കളർ വരുന്ന ആ ഒരു സൈഡിലത്തെ പാർട്ട് എന്ന് പറയുന്നത്. നമുക്കിനി വേസ്റ്റാണ്, നമുക്ക് ആവശ്യമില്ല. ഈ ഒരു വൈറ്റ് കളറുള്ള സെൻറ്റർ പാർട്ട് വെച്ചിട്ട് മാത്രമാണ് നമ്മൾ കൾച്ചർ സെറ്റ് ചെയ്യുന്നത്. അതിലേക്ക് വെള്ളം ഒഴിക്കുന്നു. വെള്ളം ആവശ്യത്തിന് ഒഴിക്കുക. ഇനി വെള്ളം കൂടി പോയി എന്ന് വെച്ചിട്ട് ആരും ടെൻഷൻ ഒന്നും കുറച്ചും കൂടി ബ്രെഡ് സ്ലൈസ് ആക്കിയിട്ട് ഇതുപോലെ ഒന്നും കൂടി അതിൻ്റെ കൂടെ കൂട്ടി കുഴച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ളൊരു പരുവം കിട്ടും. അത് ഏതാണ് ഈ ആവശ്യത്തിനുള്ള പരുവം എന്നുള്ളത് വീഡിയോ ഫുള്ളായിട്ട് കാണാൻ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. നന്നായിട്ട് കുഴയ്ക്കുക. അത്യാവശ്യത്തിനുള്ള വെള്ളം കാര്യങ്ങളും വേണം. ഒരു കുഴമ്പൻ രൂപത്തിലേക്കാക്കി മാറ്റേണ്ടതാണ് ഈ കൾച്ചർ, ഈ ബ്രെഡ്. അപ്പോൾ വീഡിയോ കാണുക, സ്കിപ്പ് അടിക്കരുത്, എന്നാലും മനസ്സിലാവുള്ളൂ. ഇങ്ങനെ നന്നായിട്ട് കുഴച്ച് മിക്സ് ചെയ്തിട്ട് ഒരു പേസ്റ്റ് പോലത്തെ ഒരു പരുവത്തിലേക്കാവും. അപ്പോഴാണ് നമുക്ക് കൾച്ചർ സെറ്റ് ചെയ്യാനുള്ളൊരു മീഡിയ ആവുന്നുള്ളൂ. ഓക്കെ, നല്ല രീതിക്ക് മിക്സ് ചെയ്യുക. കട്ട കുത്തി നിൽക്കരുത്. ബ്രെഡ് ഉള്ളിലിങ്ങനെ കട്ട പോലെയായിട്ട് നിൽക്കാൻ പാടില്ല. ഏകദേശം നല്ല രീതിക്ക് തന്നെ നിങ്ങൾ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്യുക. കട്ട കുത്താത്ത രീതിക്ക് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. അങ്ങനെ മിക്സ് ചെയ്താൽ ഈ ഒരു പരുവത്തിലേക്ക് ആവണം, ഒരു പേസ്റ്റ് പോലെ ഒരു പരുവത്തിലേക്ക് ആവണം. ഇങ്ങനെ നമ്മൾ കൾച്ചർ സെറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ബോക്സ്, അതിപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ എന്തൊരു കണ്ടെയ്നർ ആയാലും മതി. നമ്മളിതുപോലെ മീഡിയം ഫിൽ ചെയ്യുന്നു. ഇതുപോലെ നന്നായിട്ട് ഫിൽ ചെയ്ത് കൊടുക്കുക. ഏതാണ്ട് ഒരു 1 ഇഞ്ചൊക്കെ മതി. കണ്ടില്ലേ, ഏതാണ്ട് ഒരു 1 ഇഞ്ച്, ഒരു 1/2 ഇഞ്ച്, 1 ഇഞ്ച് ആ ഒരു വിഡ്ത്ത് മതി മീഡിയം ഫില്ല് ചെയ്യുന്നത് പറയുന്നത്. അത്യാവശ്യം ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. കണ്ടില്ലേ, ഇങ്ങനെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതുപോലെ ആയിരിക്കണം ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ. ഒരു 1 ഇഞ്ച്, ഒരു ഹാഫ് ടു 1 ഇഞ്ച് ഓളം കനത്തിൽ നിങ്ങൾ അടിയിൽ മീഡിയം ഫില്ല് ചെയ്ത് കൊടുക്കുക. കണ്ടില്ലേ, ഇങ്ങനെ ഒരു പരുവത്തിലേക്ക് ആയി മാറണം കേട്ടോ. ഓക്കെ, നിങ്ങൾ കണ്ടെയ്നർ എത്ര സൈസ് എടുക്കണോ അത്ര സൈസിനനുസരിച്ചിട്ട് നിങ്ങൾ ബ്രെഡ് ഇതുപോലെ മിക്സ് ചെയ്യാനും കാര്യങ്ങൾക്കുള്ളത് ശ്രദ്ധിക്കേണ്ടതാണ്. അതിനുശേഷം കണ്ടില്ലേ, നമ്മുടെ സ്റ്റാർട്ടർ കൾച്ചറാണ്, വേമാണ് മുകളിലിരിക്കുന്നത്. ടോപ്പിലിരിക്കുന്നത് വേമാണ്. സ്റ്റാർട്ടർ കൾച്ചർ തുറക്കുക. ഇതാണ് നമ്മുടെ സ്റ്റാർട്ടർ കൾച്ചർ. നമുക്ക് കൾച്ചർ നമ്മുടെ കയ്യിൽ നിന്ന് കിട്ടുമ്പോൾ ഇതുപോലൊരു പരുവത്തിലാണ് ഉണ്ടാവുക. ഇതാണ് സ്റ്റാർട്ടർ കൾച്ചർ എന്ന് പറയുന്നത്. സൈഡിലും അതുപോലെ ടോപ്പിലൊക്കെ വേം ഉണ്ടാവും. നമ്മളുള്ളിലുള്ള സ്റ്റാർട്ടർ കൾച്ചർ മാത്രമാണ് നമ്മൾ കൾച്ചർ ഉണ്ടാക്കാനായിട്ട് എടുക്കുന്നുള്ളൂ. ടോപ്പിൽ വരുന്ന വേമിനൊക്കെ നിങ്ങൾക്ക് കൈ കൊണ്ടോ അല്ലെങ്കിൽ ബഡ്സ് കൊണ്ടോ എടുത്ത് ഡയറക്റ്റ് ഫീഡ് ചെയ്യാവുന്നതാണ് ഫിഷിന് കേട്ടോ. ഇതുപോലെ ഇപ്പോൾ നമ്മളൊരു 3 കണ്ടെയ്നറിലാണ് ഇപ്പോൾ നമ്മൾ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ നമ്മുടെ ഒരു കൾച്ചർ എന്ന് പറയുന്നത് ഒരു 3 to 4 കണ്ടെയ്നർ വരെ നിങ്ങൾക്ക് കൾച്ചർ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഇതുപോലെ ഒരു സ്പൂൺ കൊണ്ട് എടുക്കുക. സ്പൂൺ എന്ന് പറയുന്നത് ഞാൻ ആദ്യം പറയാൻ പറ്റൂ, നമുക്ക് വേണ്ട സാധനങ്ങൾ ആവശ്യമുള്ളതാണ് സ്പൂൺ എന്ന് പറയുന്നത്. ഇതുപോലെ കൾച്ചർ എടുക്കുക, ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഏതെങ്കിലും ഒരു പാർട്ടിൽ മാത്രം അങ്ങനെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ആവശ്യത്തിനുള്ള ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു 4 കൾച്ചർ ഉണ്ടാക്കുന്നത് വരെ ഉണ്ടാവും. നമ്മളൊരു 3 കൾച്ചറാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ സ്റ്റാർട്ടർ കൾച്ചറിലുള്ളത് മുഴുവൻ ഞാൻ ആ 3 എണ്ണത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. ഇത് നമ്മളത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ്. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഒരു പിഞ്ച് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് എടുത്ത് അതിന് മുകളിൽ വെറുതെ ഒന്ന് തൂവി കൊടുക്കുകയാണ് ചെയ്യുന്നത്. കണ്ടില്ലേ, മൊത്തം കൾച്ചറിൻ്റെ മുകളിലും വെറുതെ ഒന്ന് ആ മീഡിയത്തിൻ്റെ മുകളിൽ വെറുതെ ഒന്ന് നമ്മൾ തൂവി കൊടുത്തു. ഓക്കെ, നമ്മൾ 3 കൾച്ചറിലേക്ക് നമ്മളിങ്ങനെ തൂവി കൊടുക്കുന്നുണ്ട്. സിമ്പിളായിട്ട് ചെയ്യുന്ന ഒരു കൾച്ചറാണ്. ഹാർവെസ്റ്റ് ചെയ്യാനും കാര്യങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടില്ല, ഫീഡ് ചെയ്യാനൊരു ബുദ്ധിമുട്ടില്ല. എല്ലാവർക്കും ചെയ്ത് നോക്കാവുന്ന ഒരു സിമ്പിൾ കൾച്ചറാണ്. ആരും അർപ്പ് തോന്നാണ്ടിരുന്നാൽ മതി. വേമാണ് പുഴുവാണെന്നുള്ളൊരു അർപ്പ് തോന്നാണ്ടിരുന്ന് കഴിഞ്ഞാൽ എല്ലാവർക്കും ഫീഡ് ചെയ്യാവുന്ന കാര്യമുള്ളൂ. അർപ്പ് തോന്നേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് നമ്മുടെ ബോഡിക്കോ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് വേറെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു വേമാണ്. വേറെ പ്രശ്നമൊന്നുമില്ല. ഒരു 48 to 50% പ്രോട്ടീൻ കണ്ടൻ്റ് ഉള്ളതും ഫിഷിന് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഗുണം ചെയ്യുന്നതുമാണ്. ഇതിൻ്റെ ടോപ്പ് എന്ന് പറയുന്നത് ഇതുപോലെ ഹോളിട്ട് ഒരു തുണി വെച്ച് കവർ ചെയ്യേണ്ടതാണ്. പ്രോപ്പർ എയറേഷൻ വേണം. എന്ന് വെച്ചാൽ ഫ്ലൈസ് ഒന്നും കിടക്കാനും പാടില്ല. ഇതുപോലെ സെല്ലോ ടൈപ്പ് സൈഡിൽ വെച്ച് സീൽ ചെയ്ത് സെക്യൂറായിട്ട് അടച്ചു വയ്ക്കുക. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ സീൽ ചെയ്തിട്ട് അടച്ചു വയ്ക്കുന്നതായിട്ടുള്ള ഈ കണ്ടെയ്നേഴ്സൊക്കെ ഏലിയോ ഫ്ലൈസോ വരാണ്ട് നിങ്ങൾ എവിടെ വെച്ചാൽ സൂക്ഷിച്ച് ശ്രദ്ധിച്ചെടുത്ത് വയ്ക്കേണ്ടതാണ്. നമ്മളിതാ 3 കണ്ടെയ്നേഴ്സാണ് സെറ്റ് ചെയ്തതാണ്. ഏതാണ്ട് ഒരു 5 to 7 days വരെ ഈ കണ്ടെയ്നേഴ്സ് ഇതുപോലെ അടച്ച് വെച്ചാൽ മതി. വേറെ നിങ്ങൾ ഇടയിൽ ഫീഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇങ്ങനെ വയ്ക്കുക. അതിനുശേഷം വേംസ് ഒരു 5 to 7 days ഉള്ളിൽ വേംസ് സൈഡിലേക്ക് ഇങ്ങനെ കയറി വരുന്നത് കാണാൻ പറ്റും. ആ വേംസിനെ പതുക്കെ കൈ കൊണ്ടോ ബഡ്സ് കൊണ്ടോ കളക്ട് ചെയ്ത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഹാർവെസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ഫീഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ കൾച്ചേഴ്സ് നമ്മുടെ സെയിലിനായിട്ടുണ്ട്. ഈ കൾച്ചർ നിങ്ങൾക്ക് റീസെറ്റ് ചെയ്യണത് വേം എപ്പോഴാണോ സൈഡിലേക്ക് വരുന്നത് കുറയുന്നത് അപ്പോൾ നിങ്ങൾ റീസെറ്റ് ചെയ്താൽ മതി കേട്ടോ. ഇത് പ്ലാറ്റിനം റെറ്റെയിൽ ഡെമ്പോയറാണ്. നമ്മുടെ സെയിലിനുള്ള വെറൈറ്റിയാണ്. ഓൾ ഇന്ത്യ കൊറിയർ അവൈലബിൾ ആണ്. തൃശ്ശൂരാണ് നമ്മുടെ സ്ഥലം വരുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോയിലുള്ള നമ്പറിൽ കോൺടാക്ട് ആവശ്യമുണ്ടെങ്കിൽ. ഓക്കെ.